ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ എന്തായാലും കഴിക്കേണ്ടുന്ന ഒരു വിഭവമാണ് പത്തിലത്തോരൻ. നമ്മൾ കർക്കിടക മാസത്തിൽ ഒരുപാട് രോഗങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇലക്കറികൾ നല്ലതാണ്. മുരിങ്ങയില കഴിക്കാൻ പാടില്ല, ബാക്കി എല്ലാം വെച്ചിട്ട് നമുക്ക് ഇലക്കറി ഉണ്ടാക്കാം. അപ്പോൾ അതിലിപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് തരം ഇലകൾ വെച്ചിട്ടുള്ള തോരന. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. എണ്ണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾക്കൊരു 7 8 ആണെങ്കിലും കുഴപ്പമില്ല. ഇനി 11 12 കിട്ടിയാലും കുഴപ്പമില്ല. നമുക്ക് ഉള്ളത് വെച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കാം. നമ്മൾ ആദ്യമേ തന്നെ എടുത്തിരിക്കുന്നത് ചേന ഇലയാണ്. ചേനയുടെ നല്ല തളിരിലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്തത് ചേമ്പിൻ്റെ തളിരിലയാണ്. നല്ല തളിരില, കൂമ്പ് പോലെ വന്നിരിക്കുന്നില്ലേ, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വിടർന്നു പോലുമില്ല, അങ്ങനത്തെ തളിരിലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലയും യൂസ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മധുരച്ചീരയാണ്. വേലിച്ചീര എന്നൊക്കെ പറയും, അതാണ് നമ്മൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് പച്ച ചീര എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഒരുപാടൊന്നും എടുക്കണ്ട, കുറച്ച് എടുത്താൽ മതിയേ. അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുമ്പളത്തിൻ്റെ ഇലയാണ്. നമുക്ക് തളിരില കിട്ടിയില്ല, നിങ്ങൾ തളിരില മാക്സിമം എടുക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ പയറില എടുത്തിട്ടുണ്ട്. പയറിലയുടെയും തളിരിലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കൊടങ്ങലിൻ്റെ ഇലയാണ്. പിന്നെ നമ്മൾ കോവലിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട്. അതും നല്ല തളിരില നോക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇലകളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം, എന്നിട്ടേ നമ്മളിത് യൂസ് ചെയ്യാവൂ. നമുക്കിപ്പോൾ 8 ഐറ്റം ഇലയാണ് കിട്ടിയിരിക്കുന്നത്, 10 കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഇനി ഇതിൽ തഴുതാമ യൂസ് ചെയ്യാം, തകരയുടെ ഇല യൂസ് ചെയ്യാം, മത്തൻ്റെ ഇല യൂസ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വന്നിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ എല്ലാം നല്ലപോലെ അരിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് വന്നപ്പോഴേക്കും 5 കപ്പ് ഇലയുണ്ട്. നമ്മളിപ്പോൾ 5 ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയുള്ളിയുടെ അളവ് എത്ര വേണോ എടുക്കാം. നമ്മളിപ്പോൾ 5 ചെറിയുള്ളിയെ എടുത്തിട്ടുള്ളൂ. ചട്ടി ചൂടാക്കിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ചമ്പാവരിയാണ് ഇട്ടത്, നിങ്ങൾക്ക് ഏത് അരി വേണോ ഇട്ട് കൊടുക്കാം. അരിയെല്ലാം നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെറിയുള്ളിയെല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ച നമ്മുടെ ഇലകളെല്ലാം തട്ടിക്കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഓരോ ഇലക്കറിക്കും അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട്. അപ്പം 10 ഇലയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ എന്തുമാത്രം ഔഷധ ഗുണം ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ നല്ലപോലെ കഴിപ്പിക്കുക. കാരണം ഈ കർക്കിടക മാസമാകുമ്പോൾ ഒരുപാട് രോഗങ്ങളൊക്കെ വരുന്ന മാസമാണ്. ആ ഒരു സമയത്ത് നല്ല ഔഷധ ഗുണമുള്ള സാധനങ്ങൾ നമ്മൾ എന്തായാലും കഴിക്കണം.
ഇലക്കറികളിൽ നിന്ന് നമുക്ക് നല്ല പ്രതിരോധ ശക്തി കിട്ടും. അങ്ങനെ ആകുമ്പോൾ അസുഖങ്ങളെയൊക്കെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ചെറുത്ത് നിർത്താൻ പറ്റും. ഇനി കുറച്ച് സമയം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. തീ കുറച്ചിടണേ. തോരൻ ആവശ്യമായിട്ടുള്ള കൂട്ട് റെഡിയാകാം. അതിനായിട്ട് നമ്മൾ 3/4 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി തട്ടിക്കൊടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് ചതച്ചും വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം. നമ്മളൊരു 4 വെളുത്തുള്ളി അല്ലിയും കൂടെ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഇതിനെ മിക്സ് ചെയ്ത് എടുക്കുക. മതി. ഇനി നമുക്കിതിനെ മാറ്റി വെച്ചേക്കാം. നമ്മുടെ തോരൻ്റെ അടപ്പ് മാറ്റി കൊടുക്കാം. ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഇതിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പിടുക. നമ്മളിപ്പോൾ ടോട്ടലായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് നമ്മൾ കൂട്ട് തട്ടി കൊടുക്കുന്നത്. ഇനി ഇലകൾ കൊണ്ട് അതിനൊന്ന് മൂടിക്കൊടുക്കുക. നമുക്ക് ഒരിച്ചിരി സമയം ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഇനി നല്ലപോലെ ഇതിനെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചേനയുടെ അലർജി ഉള്ളവർക്കാണെങ്കിൽ ചേനയില ഒഴിവാക്കാവുന്നതാണ്. നമ്മുടെ പത്തിലത്തോരൻ ഇപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. നമുക്കിതിനെ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ പത്തിലത്തോരൻ റെഡി. അപ്പം ഈ കർക്കിടകത്തിൽ എല്ലാവരും ഈ പത്തിലത്തോരൻ ഒന്ന് ട്രൈ ചെയ്യണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും വളരെ സിമ്പിളുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.